ഹലോ ഗൈസ്, ഫ്രഷ് ട്യൂട്ടേഴ്സ് മലയാളം എന്ന നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്കറിയാവുന്നല്ലോ, നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ റെഗുലറായിട്ട് ഇതിനകത്ത് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, വീഡിയോസിന്റെ ലെങ്ത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോസിന്റെ ലെങ്ത് ഓക്കെ ആണെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് സ്വിച്ച് കേസസിനെ കുറിച്ചാണ്. എന്തിനാണ് ജാവാസ്ക്രിപ്റ്റ് സ്വിച്ച് കേസ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് അതിനു മുമ്പായിട്ട് നമുക്ക് ട്രഡീഷണലി ഉള്ള ഇഫ് എൽസ് ഇഫ് നോക്കാം. എന്താണ് അതിന്റെ യൂസ് കേസ് എന്ന് നോക്കാം. അതിനുശേഷം സ്വിച്ച് എന്താണെന്ന് നോക്കാം. അപ്പോൾ കുറെ കൂടെ ക്ലിയർ ആവും. സ്വിച്ച് കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ എഴുതിയ ഒരു കോഡ് നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഡേ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, അതിലേക്ക് നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്യുന്നു. സാറ്റർഡേ. ഓക്കെ, നമ്മൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു. ഇഫ് ഡേ ഈക്വൽ ടു മൺഡേ ആണോ, അതായത് ഇവിടുന്ന് വരുന്ന ഡേയുടെ വാല്യൂ എന്താണ്, സാറ്റർഡേ ഈക്വൽ ടു മൺഡേ ആണോ, ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യുക. എൽസ് ഇഫ് അല്ല എങ്കിൽ ഡേ ഈക്വൽ ടു ട്യൂസ്ഡേ ആണോ, ആണെങ്കിൽ അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുക. എന്താണോ വാല്യൂ, അങ്ങനെ എൽസ് ഇഫ് വെച്ച് ഓരോ വാല്യൂസ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ഇതാണ് നോർമലി നടക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇതേ കേസ് സ്വിച്ചിന് വരുമ്പം ഇതിപ്പോ നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. റീഡ് ബുക്സ് എന്ന് തോന്നുന്നു. എന്താണ് കാര്യം, സാറ്റർഡേ ആണ് ഡേ, ഇപ്പൊ ഡേ ഈക്വൽ ടു സാറ്റർഡേ ആണെങ്കിൽ റീഡ് ബുക്സ് എന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് ഡേറ്റ് മാറ്റി, ഡേ മാറ്റി നമുക്ക് ട്യൂസ്ഡേ ആക്കി നോക്കാം. മെഡിറ്റേഷൻ വന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ കണ്ടീഷണൽ ബേസ് ചെക്ക് ചെയ്യാൻ വേണ്ടി, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇഫും ഇഫ് എൽസും സ്വിച്ച് കേസും എല്ലാം. ഓക്കെ, നമുക്ക് ഇതേ കേസ് നമുക്കൊരു സ്വിച്ച് വെച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് നമുക്ക് തൽക്കാലം കമന്റ് ചെയ്യാം. നമ്മൾ സ്വിച്ചിന്റെ ഒരു കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. ഇവിടെ എങ്ങനെയായിരുന്നു, ഇഫ് കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യായിരുന്നു. ഈ നമ്മുടെ സ്വിച്ച് കേസ് വരുമ്പോഴത്തേന് ഡേ ഒരു വേരിയബിൾ ആയിട്ട് സ്വിച്ച് എന്ന് പറയുന്ന ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അപ്പം ഈ പാരാമീറ്റർ വെച്ചിട്ടാണ് ഇത് കേസ് ചെക്ക് ചെയ്യുന്നത്. അതായത് സ്വിച്ച് വരും, ബ്രാക്കറ്റിൽ നമ്മുടെ പാരാമീറ്റർ പാസ് ചെയ്യും, എന്നിട്ട് ഓരോ കേസസ്, ആ പാരാമീറ്ററിന്റെ വാല്യൂ ഓരോരോ കേസസ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് എടുക്കുന്ന ഒരു കാര്യം ചെക്ക് ചെയ്യാനുണ്ട്. അതായത് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ ഈക്വൽ വെച്ചിട്ടായിരിക്കും ചെക്ക് ചെയ്യുന്നത്. അതായത് സ്ട്രിക്റ്റ് ഈക്വാലിറ്റി ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. സ്ട്രിക്റ്റ് ഈക്വാലിറ്റി എന്താണ്, ഡബിൾ ഈക്വൽ, ട്രിപ്പിൾ ഈക്വൽ തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്തവർക്കായിട്ട് ഞാനിവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്തായാലും നമുക്ക് ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂവും ചെക്ക് ചെയ്യും, അതേപോലെ ടൈപ്പും ചെക്ക് ചെയ്യും. ഇത് സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് സ്ട്രിങ് ആയിരിക്കണം, ഇത് ഇൻഡിജർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് ഇൻഡിജർ ആയിരിക്കണം, അങ്ങനെ. പക്ഷെ ഡബിൾ ഈക്വൽ ആണെങ്കിൽ വാല്യൂ മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ, ടൈപ്പ് ചെക്ക് ചെയ്യത്തില്ല. രണ്ടിനകത്ത് ഒരേ വാല്യൂ ആണെന്ന് ചെക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് ട്രിപ്പിൾ ഈക്വൽ ആണ്, അതായത് സ്ട്രിക്റ്റ് ഈക്വാലിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. അതിനാൽ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വേരിയബിൾ, ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇത് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്വിച്ചിന്റെ അകത്ത് നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്നു ഡേ എന്നുള്ളത്. ആ പാരാമീറ്ററിന്റെ വാല്യൂ മൺഡേ ആണെങ്കിൽ, ആദ്യത്തെ കേസ് എടുത്തു, മൺഡേ ആണെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത്, സ്വിച്ച് എഴുതുന്നു, ഡേ എഴുതുന്നു, കേസ് എന്ന് എഴുതുന്നു, എന്നിട്ട് കേസിന്റെ വാല്യൂ എഴുതുന്നു, ഒരു കോളൻ കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് വരുന്ന എല്ലാം ഇതിന്റെ കണ്ടീഷൻസ് ആണ്. നമുക്ക് എന്ത് കണ്ടീഷൻ വേണമെങ്കിലും ഇതിന്റെ അകത്ത് എഴുതാം. ഓക്കെ, എന്നിട്ട് ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഇതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇതേപോലെ നമ്മൾ ഓരോ കണ്ടീഷൻസും എഴുതി വെക്കുന്നു. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. സ്വിച്ചിന്റെ അകത്തുള്ള ഒരു പ്രയോജനമാണ്, നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് സെയിം റിസൾട്ട് ആണ് തരുന്നത്, അല്ലെങ്കിൽ സെയിം ഫംഗ്ഷനാലിറ്റി ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഫ്രൈഡേ സാറ്റർഡേയും വരുന്ന ഒരേ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അതിന് രണ്ടിനെ ഫംഗ്ഷനാലിറ്റി, ഇതിനകത്ത് എഴുതുന്ന ഫംഗ്ഷനാലിറ്റി ഒന്നും ആയിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോഴത്തേന് എന്ത് പറ്റും, നമുക്ക് ഇത് കേസിനെ നമുക്ക് അടുപ്പിച്ച് എഴുതാൻ പറ്റും, ഒന്നിന്റെ താഴെ ഒന്നായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ രണ്ടും ഒരേ ഫംഗ്ഷനാലിറ്റി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്ക് സ്വിച്ച് കേസിൻ്റെ അകത്തുണ്ട്. അതേപോലെ നമുക്ക് ഇതാണ് കമന്റ് ചെയ്യാൻ ബ്രേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഡേ എന്ന് പറയുന്നത് ഇവിടുന്ന് ഡേ കൊടുത്തു, ട്യൂസ്ഡേ എന്നുള്ള ഡേ കൊടുത്തു. അപ്പൊ എന്താണ് വേണ്ടത്, നമുക്ക് മെഡിറ്റേഷൻ ആണ് വേണ്ടത്. നമുക്ക് സേവ് ചെയ്ത് നോക്കാം, മെഡിറ്റേഷൻ വരുന്നുണ്ട് അല്ലെ. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ട്യൂസ്ഡേക്ക് പകരം എന്ന് കൊടുക്കാം, സൺഡേ കൊടുക്കാം. സൺഡേ കൊടുത്തു, നമുക്ക് റിലാക്സ് ആൻഡ് റീചാർജ് തോന്നുന്നു. സൺഡേ എന്താണ്, റിലാക്സ് ആൻഡ് റീചാർജ് ആണ്, കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ സ്വിച്ച് കേസ് എന്ന് പറയുന്നത് എന്ത് പറഞ്ഞു,
സ്വിച്ച് ഉണ്ടാവും, അതിനകത്ത് ഒരു പാരാമീറ്റർ പാസ് ചെയ്യും, കേസസ് ഉണ്ടാവും, ഡിഫറെന്റ് കേസസ് ഉണ്ടാവും. ഈ കേസസ് ഒന്നും മീറ്റ് ആയില്ലെങ്കിൽ ലാസ്റ്റ് ഒരു ഡിഫോൾട്ട് കേസ് ആണ്. ഇതിൻ്റെ അകത്ത് ഒന്നും കയറിയില്ല, ഈ കണ്ടീഷൻ ഒന്നും മീറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് കണ്ടീഷൻ കയറിയിട്ട് അതിനകത്ത് എന്താണോ പറഞ്ഞേക്കുന്നത് അത് വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ഒരു ബ്രേക്ക്, നമ്മൾ ഈ ഡേറ്റ് മാറ്റിയിട്ട് സൺഡേ ആണ് ഇപ്പോൾ കിടക്കുന്നത് അല്ലേ, നമ്മൾ ഡേ മാറ്റിയിട്ട് മൺഡേ ആക്കുന്നു. മൺഡേ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്ലാൻ യുവർ വീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതായത് മൺഡേയിലേത് പ്ലാൻ യുവർ വീക്കാണ് നമ്മൾ കൺസോൾ ലോഗ് ചെയ്തേക്കുന്നത് അല്ലേ. ഇനി ഈ മൺഡേയിലുള്ള ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. ബ്രേക്ക് ഇവിടെ എന്തിനാണ് യൂസ് ചെയ്തേക്കുന്നതെന്ന്. നോർമലി ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ലൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂഷനിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയാണ്. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ, അതായത് അവിടെ നിന്ന് എക്സിറ്റ് ആയി പോകാനാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്രേക്ക് ഞാൻ ഇവിടുന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ നോക്കാം. നമുക്ക് മെഡിറ്റേഷൻ വന്നു. എവിടെയാണ് മെഡിറ്റേഷൻ? ഈ മെഡിറ്റേഷൻ പ്രിന്റ് ആയി. അതിനു മുമ്പ് നമ്മുടെ പ്ലാൻ യുവർ വീക്കും പ്രിന്റ് ആയി. എന്താണ് കാര്യം? ഡേ എന്ന് പറയുന്നത് മൺഡേ ആയിരുന്നു, മൺഡേയിലേത് കൺസോൾ ലോഗ് ചെയ്തു, പ്ലാൻ യുവർ വീക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ബ്രേക്ക് ഇല്ലാത്തതിനാൽ അടുത്ത കേസിലെ കണ്ടീഷൻ വർക്ക് ആവും. ഇതാണ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട മെയിൻ യൂസ് കേസ് എന്ന് പറയുന്നത്. അതായത് സ്വിച്ച് കേസിൽ ബ്രേക്ക് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷനിലേക്ക് വർക്ക് ആവും, അവിടെയും ബ്രേക്ക് യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷനിലേക്ക് പോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എവിടെ ബ്രേക്ക് യൂസ് ചെയ്യുന്നോ അവിടെ വരെ ഈ ഒരു കണ്ടീഷൻ വർക്ക് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പ്ലാൻ യുവർ വീക്കും പ്രിന്റ് ആയത്, അതേപോലെ മെഡിറ്റേഷനും പ്രിന്റ് ആയത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇത് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് അല്ലെ? ഇഫ് എൽസ് ഇഫ് യൂസ് ചെയ്താൽ പോരെ, എന്തിനാണ് കേസ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മെയിൻ ആയിട്ട് ഇഫ് എൽസ് ഇഫ് യൂസ് ചെയ്യുന്നത്, ഇഫ് എൽസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈനറി ഡിസിഷൻ, അതായത് നമുക്ക് വരുന്ന വാല്യൂ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ബൈനറി വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ അതിനാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇഫ് എൽസ് യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ പ്രിന്റ് ചെയ്യും, എൽസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത വാല്യൂ പ്രിന്റ് ചെയ്യും. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നതും എൽസ് കണ്ടീഷനകത്തും, അതായത് ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കണം, എൽസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും ബൈ ഡിഫോൾട്ട്. ഓക്കെ, ഇപ്പൊ ട്രൂ ആണെങ്കിൽ മാത്രം നമ്മൾ ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ, ഇപ്പം എന്താ പറയാ, ഐ ഗ്രേറ്റർ ദാൻ 5 ആണെന്ന് വെക്കുക, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കണ്ടീഷൻ ഐ 5-നേക്കാട്ടിലും വലുതാണെങ്കിൽ മാത്രമേ ഈ ഇഫിനകത്ത് കയറത്തുള്ളൂ, അല്ലെങ്കിൽ എൽസിന്റെ അകത്ത് പോകും. അപ്പോൾ ഐ ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പൊ ട്രൂ ഓർ ഫോൾസ് വാല്യൂസിനാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇഫ് എൽസ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്വിച്ച് യൂസ് ചെയ്യുന്നത് നമുക്ക് മൾട്ടിപ്പിൾ പോസിബിൾ വാല്യൂസ് ഉണ്ട്. അതായത് ഒരു വേരിയബിൾ, ഈ ഒരു വേരിയബിളിന് മൾട്ടിപ്പിൾ പോസിബിൾ വാല്യൂസ് ഉണ്ട്. മൺഡേ ആവാം, ട്യൂസ്ഡേ ആവാം, വെനസ്ഡേ ആവാം, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഏത് വേണമല്ലോ. അങ്ങനെ മൾട്ടിപ്പിൾ പോസിബിൾ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് വേറെ കോഡുകളാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിലും നമുക്ക് സ്വിച്ച് കേസ് യൂസ് ചെയ്യും. അതായത് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഇതേ എക്സാമ്പിൾ തന്നെ പറയാം. നമുക്ക് ഇതിനകത്ത് തന്നെ മൾട്ടിപ്പിൾ നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് ഇല്ലേ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അതായത് മൺഡേ ആണെങ്കിൽ ഈ ഒരു കൺസോൾ ലോഗ് ചെയ്യും, ട്യൂസ്ഡേ ആണെങ്കിൽ വേറെ കൺസോൾ ലോഗ് ചെയ്യും, അങ്ങനെ. അതേപോലെ ഇതിനകത്ത് നമുക്ക് പല ഓപ്പറേഷൻസ് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മൺഡേ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇവിടുന്ന് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇമെയിലിന്റെ കോഡ് നമുക്ക് ഇവിടുന്ന് റൺ ചെയ്യിക്കാം മൺഡേ ആണെന്നുണ്ടെങ്കിൽ. അതേപോലെ ട്യൂസ്ഡേ ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഫേസ്ബുക്ക് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിന് വേണ്ടി. വെഡ്നസ്ഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു എന്താ പറയുക, നമുക്ക് മീറ്റപ്പ് വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അതായത് ഇങ്ങനെ ഓരോ കണ്ടീഷൻസ് നമ്മുടെ ഓരോ കേസിനനുസരിച്ച് നമുക്ക് ഓരോ സെപ്പറേറ്റ് കണ്ടീഷൻസ് ആണ് വരുന്നതെങ്കിലും അതേപോലെ നമ്മുടെ കൊടുക്കുന്ന പാരാമീറ്ററിന് മൾട്ടിപ്പിൾ പോസിബിൾ വാല്യൂസ് ഉണ്ടെങ്കിലും, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, അങ്ങനെ മൾട്ടിപ്പിൾ പോസിബിൾ വാല്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് സ്വിച്ച് കേസ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബൂളിയൻ ആണെന്നുണ്ടെങ്കിൽ ഇഫ് എൽസ് കണ്ടീഷൻസ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് തിരിച്ച് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടെ നമുക്ക് സ്ട്രക്ചറായിട്ട് തോന്നുന്നതും അതേപോലെ കുറെ കൂടെ എന്താ പറയാ സ്റ്റാൻഡേർഡ് വേ എന്ന് പറയുന്നതും ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സ്വിച്ച് കേസസ് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ പോസിബിൾ വാല്യൂസ് ഉള്ളപ്പോഴും അതേപോലെ ഓരോ പോസിബിൾ വാല്യൂസിനും നമുക്ക് മൾട്ടിപ്പിൾ
ഫംഗ്ഷനാലിറ്റീസ് ആണ് ചെയ്യേണ്ടതെങ്കിലും ആണ് നമ്മൾ സ്വിച്ച് കേസസ് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത കേസിൽ നമുക്ക് if else യൂസ് ചെയ്യാം. ഇത് തമ്മിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. നമ്മുടെ യൂസ് കേസിനനുസരിച്ച് നമുക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യാം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കുക. അങ്ങനെ നമുക്ക് വീഡിയോസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിലും അതും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ അതിൻ്റെതായ രീതിയിൽ പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ, കൂടുതൽ വീഡിയോസിനായിട്ട് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.